20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. കഴിഞ്ഞ 2-3 ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് VS എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചായിരുന്നില്ല, VS എന്ന ജനകീയനായ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചായിരുന്നു. ഗൗരവക്കാരനായ പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ജനകീയ നേതാവിലേക്കുള്ള വേഷപ്പകർച്ച വ്യവസ്ഥിതികളോടും പ്രസ്ഥാനത്തിൻ്റെ മുതലാളിത്ത വ്യവസ്ഥയോടും കലഹിച്ചുകൊണ്ടായിരുന്നു. VS എന്നും ഒരു കലഹപ്രിയനായിരുന്നു. ജനകീയനായ പ്രതിപക്ഷ നേതാവിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്ക് നടന്നെടുത്തപ്പോൾ VSൻ്റെ പ്രസ്താവനകൾ വിവാദമാവുകയും ചിലർ അതിനെ വിവാദമാക്കുകയും കുൽസിത താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ സാമൂഹിക വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ആ വാക്കുകളെ വളച്ചൊടിച്ചിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഹിന്ദുത്വ വർഗീയവാദികളുമുണ്ട്. VSൻ്റെ പ്രസ്താവനകളിൽ ഏറ്റവും വിവാദമായത് 20 വർഷം കൊണ്ട് കേരളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകുമെന്ന പ്രസ്താവനയായിരുന്നു. അതിനെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും മുതലെടുക്കുകയും ചെയ്ത ആളുകളും പ്രസ്ഥാനങ്ങളും ഇന്നും അത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നാളെയും VSൻ്റെ കാലശേഷവും ഇത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയും മുതലെടുക്കുകയും ചെയ്യും. ശരിക്കും എന്തായിരുന്നു VS അന്ന് ഈ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്ത് ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ഈ വീഡിയോയിലെ ആദ്യത്തെ കുറച്ച് ഭാഗം വെട്ടിമാറ്റിക്കൊണ്ടാണ് ഈ VSൻ്റെ ഈ പ്രസ്താവനയെ വളച്ചൊടിക്കുന്നത്. NDFനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമാണ് മുറിച്ചു മാറ്റിയത്. NDF എന്ന് പറയുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമാണ്. അതിനെക്കുറിച്ച് ഡൽഹിയിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതാണ് VS. അതിനെ ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വ വർഗീയവാദികളും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. VS ഒരു മുസ്ലിം വിരുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും കേരളം 20 വർഷം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകുമെന്ന് VS പറഞ്ഞുവെന്ന് ചില ഹിന്ദുത്വ വർഗീയവാദികളും ഈ നാട്ടിൽ കൊട്ടിക്കോഷി നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം.